Hello, first question. Find out the values of A and B. എയുടെയും ബിയുടെയും വിലകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിവിടെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ 600 ആണ്, ഹിയർ 300. അതായത് ജസ്റ്റ് ഹാഫ്, പകുതിയാണ് ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ ഈ 800-ന് വാട്ട് ഈസ് എ, എന്തായിരിക്കും എ അതിൻ്റെ ഉത്തരം വരിക? ആൻസർ ഈസ് വെരി സിമ്പിൾ. 600-ൻ്റെ ഹാഫാണ് 300. സോ ഹാഫ് ഓഫ് 800 പകുതി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 400 ആണ് വരിക. അപ്പോൾ എ ഈക്വൽസ് 400 എന്ന് വരും. ഓക്കെ, ഇനി ബി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ 450 ആണ്, ഇവിടെ എത്രയെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി ദർ? സോ ഹിയർ 300, ഇവിടെ 300 ഹിയർ 600, 600 ഡബിളാണ് വരിക. അപ്പോൾ 450-ൻ്റെ ഡബിൾ വരും ബി, ദാറ്റ് മീൻസ് 900. ബി ഈക്വൽസ് 900. ഓക്കെ, സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ അസോസിയേറ്റഡ് വിത്ത് ദിസ്. രണ്ടാമത്തെ ചോദ്യം, ഏത് വാതക നിയമമാണ് ഇവിടെ അസോസിയേറ്റഡ്? ഇവിടെ നോക്കി നിങ്ങൾ, V/T ഒരു സ്ഥിരസംഖ്യ, എല്ലാം 2 ആണ്. V/T ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ ദാറ്റ് ഈസ് ചാൾസ് ലോ, ചാൾസ് നിയമമാണ് ബിയുടെ ഉത്തരം, രണ്ടാമത്തിൻ്റെ ഉത്തരം വരിക. ഇനി റൈറ്റ് ഡൗൺ എനി വൺ ഇൻസ്റ്റൻസ് ഫ്രം ഡെയിലി ലൈഫ് റിലേറ്റഡ് വിത്ത് ദിസ് ലോ. നിത്യജീവിതത്തിലെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാം. അത് ഏതും പറയാം. അതിലൊന്ന് എളുപ്പമുള്ളത്, ദ ഫില്ലിംഗ് ഓഫ് എയർ ഇൻ ടയേഴ്സ് അറ്റ് സമ്മർ ഈസ് റെഡ്യൂസ്ഡ് അല്ലെ ഡിക്രീസ്. എപ്പോഴും സമ്മറിൽ നമ്മൾ ടയറിൻ്റെ ഉള്ളിൽ കാറ്റ് നിറക്കുന്ന എപ്പോഴും എന്തായിരിക്കണം, കുറച്ചേ പാടുള്ളൂ. ഓക്കെ, ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.